ക്രേസി ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുറച്ച് പ്രകാശമൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഒരു പുതിയ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ കുറച്ച് ചെടികളും ഉണ്ട്. ആ ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ വളരെ സുന്ദരിയായിട്ടുള്ള, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. നല്ല ഭംഗിയുള്ള ഒരു പച്ച നിറമാണ് ഇവൾക്ക്. ഇവളുടെ ഈ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വെള്ള നിറത്തിലുള്ള ചെറിയ ചെറിയ പൂക്കളും വരും. പക്ഷേ ഇപ്പോൾ പൂക്കളില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയപ്പെടുന്ന ഈ ചെടിയുടെ ശരിക്കും പേര് സ്ലീപ്പിംഗ് ഡ്യൂറൻഡ എന്നാണ്. നല്ല ഭംഗിയുള്ള, ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്, പക്ഷേ നല്ല സ്പൈഡർ പോലെ ഇരിക്കുകയും ചെയ്യുന്നു. നല്ല ഭംഗിയുള്ള ഈ ചെടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതിമനോഹരമായ ചില ചെടികൾ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഒക്കെ കുളിർപ്പിക്കും. അതിൻ്റെ നിറവും അതിൻ്റെ കോമ്പിനേഷനുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കടന്നു ചെല്ലും. അത്തരമൊരു ചെടിയാണ് നമ്മുടെ അഗ്ലോണിമ വർഗ്ഗത്തിൽപ്പെട്ട കൊച്ചിൻ സൂത്ര എന്ന ചെടി. ഇവയുടെ ആ കളറ് തന്നെ നല്ല മനോഹരമാണ്. നല്ല പീച്ച് നിറത്തിലേക്ക് വരുന്ന ഈ ഭംഗിയുള്ള അഗ്ലോണിമ ആരുടെയും മനസ്സിനെ കീഴടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സാധാരണ അഗ്ലോണിമ പോലെ തന്നെ അധികം വെയിലും വേണ്ട, അതുപോലെ തന്നെ നല്ല പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുകയും വേണം. പ്രകാശം നല്ലവണ്ണം കിട്ടുമ്പോഴാണ് ഇവയുടെ നിറത്തിന് നല്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് തോമാട്ടൽ ഹോം ഗാർഡനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ കാണിക്കുന്ന എല്ലാ ചെടികളും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട എന്ന് പറയാറുള്ള ഈ കലേഡിയം നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കാരണം അതിൻ്റെ ലീഫ് കാണാനായിട്ട് വളരെ രസമാണ്. ചിലരൊക്കെ പറയും അയ്യേ ചേമ്പ് എന്തിനു കൊള്ളാം എന്നൊക്കെ പറയും. പക്ഷേ ഇതൊരു തായ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോ ഒരു ചിത്രകാരൻ ഇങ്ങനെ വരച്ചിട്ടതുപോലെയുള്ള മനോഹരമായൊരു കോമ്പിനേഷൻ. നല്ല റെഡും ബ്ലാക്കും ഗ്രീനും എല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷനും, അതുപോലെ ഈ ഒരു പിങ്കും ഗ്രീനും ചേർന്ന ഈ കോമ്പിനേഷനും ഒത്തിരി ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി അധികം വെയിൽ ഇല്ലാത്ത നല്ല നീർവാർച്ചയുള്ള ചട്ടിയിലൊക്കെ വേണം നടാനായിട്ട്. അതുപോലെ തന്നെ എന്നും വെള്ളമൊന്നും കൊടുക്കണ്ട. ഇത് പതുക്കെ മണ്ണൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് കൊടുത്താൽ മതി. വെള്ളം കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവുകയും ചെയ്യും. കണ്ണിന് വല്ലാത്തൊരിഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു ബിഗോണിയാണിത്. ബിഗോണിയുടെ പൂക്കൾ ഓറഞ്ച് നിറമാണ്. അത് മാത്രമല്ല അതിൻ്റെ ലീഫിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല പച്ച നിറത്തിൽ ഇങ്ങനെ ഡോട്ട് ചെറിയ പുള്ളികൾ വരച്ച് വെച്ചതുപോലെയുള്ള ഇലകളാണ് ഇവയുടേത്. നല്ല കമ്പുകൾ നട്ട് പുതിയ ചെടികളെ ആക്കാം എന്നുള്ളത് ഇവയുടെ ഒരു ഗുണമാണ്. അതുപോലെ തന്നെ മഴയും മഞ്ഞുമായാലും ഇവയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. പൂമ്പാറ്റകളെ ഇഷ്ടമല്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? എന്നാൽ പൂമ്പാറ്റകളുടെ ആ നിറവും ആ ഭംഗിയും ഒക്കെയുള്ള ഇലകളായാലോ, ആഹാ, നല്ല പൂമ്പാറ്റകളെ കാണുന്ന പ്രതീതി തന്നെ. വളരെ മനോഹരിയായ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് അതിൻ്റെ കൊമ്പുകൾ നട്ടാണ് നമ്മൾ പുതിയ ചെടി പിടിപ്പിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഈ ബട്ടർഫ്ലൈ പോലിരിക്കുന്ന ഈ ഇലകൾ അതിമനോഹരമാണ് എന്ന് മാത്രമല്ല മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന, അധികം വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ. ലീഫ് കാണാനൊരു പ്രത്യേക രസമാണ്. എന്നാൽ ഇതിൻ്റെ പൂക്കളാണ് ഏറ്റവും ഭംഗി. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നൊരു ചെടി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റും വെള്ളയും ഓരോ ദിവസമായിട്ട് വ്യത്യസ്ത നിറങ്ങൾ വരുന്ന ഒരു ചെടി. അതിൻ്റെ വേരിഗേറ്റഡ് ലീഫുള്ള ചെടിയാണ് ഇത്. പൂക്കളേക്കാൾ സൗന്ദര്യമുള്ള ചില ഇലകളുണ്ട്. അത്തരമൊരു ഇലയാണ് ഈ കാണുന്നത്. ഹെലൻ കെന്നഡി എന്നാണ് ഇവരുടെ പേര്.
നല്ല നല്ല സുന്ദരിയായവൾക്ക് വളരെയധികം ആരാധകരുമുണ്ട്. അധികം മാർക്കറ്റിൽ അധികം അങ്ങനെ നമ്മൾ കാണാത്തൊരു ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിന് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു ചെടിയാണ്. വളരെ വളരെ സുന്ദരിയാണ്. ഒട്ടും വെയിലും വേണ്ട, അധികം വെള്ളം വേണ്ട, വല്ലപ്പോഴും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാ ചെടികൾക്കും ഞാൻ DAP ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും അവയുടെ നിറമൊക്കെ അങ്ങനെ പ്രസരിപ്പിക്കാനും ഒക്കെ DAP നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ ഭംഗിയുള്ള ഒരു ഫിറ്റോണിയ ചെടിയും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണേ. കാരണം ഒരുപാട് ചെടികളായി കഴിഞ്ഞാലും ഒരുപാട് ലെങ്തി ആയ വീഡിയോ ആയാലും ആളുകൾ കാണില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചെടിയുടെ ഒരു മനോഹാരിത ഒന്ന് കണ്ടു നോക്കിക്കേ. എന്താ ഒരു രസം, പച്ചയിൽ പിങ്ക് ലൈനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസമുള്ള ഈ ചെടി നല്ല വെയിലൊക്കെ കൊണ്ടാലും അതുപോലെ തന്നെ മഴ കൊണ്ടാലും ഒന്നും വലിയ പ്രശ്നം തട്ടാത്ത ഒരു ചെടിയാണ്. നമുക്ക് കെയറിങ് കുറച്ച് വേണ്ട ചെടികളാണ് ഈ ഒരു ഇലച്ചെടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇലച്ചെടികൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ളത്. ഇപ്പോൾ ഒരു നിമിഷം പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും വളർത്തുവാനായിട്ടും പരിപാലിക്കുവാനായിട്ടും വളരെ എളുപ്പമാണ് ഈ ഇലച്ചെടികൾ. അപ്പോൾ ഇന്നത്തെ ഇലച്ചെടികളെല്ലാം തന്നെ വളരെ ഭംഗിയുള്ളതാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ അതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തരം ചെടികളെയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.